4 പെൺമക്കളെ കൊണ്ടുവന്നിട്ട് ഒരു കുടിയിൽ കെട്ടി ഞങ്ങൾ താമസം ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ടീച്ചർമാരൊക്കെ കറണ്ട് കൊടുക്കാൻ പറഞ്ഞ് കറണ്ട് കൊടുത്ത് നാട്ടുകാർ വീട് കത്തിച്ച് എൻ്റെ കുട്ടികളെ വന്നിട്ട് പിച്ച് മാന്താൻ വന്നപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ 2-3 കുരി കത്തിച്ച് 2-3 കുരി തല്ലിപ്പൊളിച്ചവർ ഒക്കെ ചെയ്തു. ഇപ്പോൾ കറണ്ടിന് അപേക്ഷ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് IS പഠിക്കുന്ന കുട്ടിക്ക് ശർമില എന്ന് പറയുന്ന കുട്ടിക്ക് അവളെ നടന്ന് മടുത്ത് അവൾക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് കറണ്ട് കൊടുക്കണില്ല. കൊടുക്കണില്ല. അത് കറണ്ട് കിട്ടുന്നില്ല. ഒരു IS പഠിക്കാണോ? IS പഠിക്കാണ്. കറണ്ട് പഠിക്കുന്നത് രണ്ടാമത്തെ പെൺകുട്ടി വളർത്തുന്നവര്. എങ്ങനെയാ പരിപാടി? ലോട്ടറി വെക്കുന്നുണ്ടോ? ലോട്ടറി വെക്കുന്നുണ്ട്. വരുമാനം കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കളെ വളർത്തിയിട്ട് പഠിക്കാൻ വെക്കുക. അമ്മച്ചിയുടെ പ്രശ്നം അവിടെ കറണ്ട് കിട്ടുന്നില്ല. കറണ്ട് കിട്ടുന്നില്ല. എല്ലാരും കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. അവർക്ക് കറണ്ട് കൊടുക്കാൻ പാടില്ല. അമ്മച്ചിക്ക് കറണ്ട് കൊടുക്കണോ നീ? അല്ലേ? കൊടുക്കാൻ പാടില്ല. പാമ്പുകളുള്ള അമ്മച്ചിക്ക് കറണ്ട് കിട്ടിയിരിക്കും. അതിന് ഞാൻ അവസാനം വരെ പോരാടും. പിന്നെ അവരുടെ മക്കൾ ചെറിയ മക്കളാ. 5 എണ്ണം ഉണ്ട്. 5 കുട്ടികളുണ്ട്. പാമ്പിനെ കണ്ട രാത്രിയൊക്കെ പാമ്പിനെ കണ്ട പുറത്ത് ഓടുക. അപ്പോൾ ഒരു വെളിച്ചുണ്ടായാലും ഞങ്ങൾ തല്ലി കൊല്ലൂല്ല. ഒരു പാററ്റ് കറണ്ടല്ലേ വേണ്ടത്? അത് നമ്മൾ ഒപ്പിക്കും കേട്ടോ. നമ്മുടെ തൃശ്ശൂർ റിപ്പോർട്ടർ ശ്രീത്തിനെ അമ്മയ്ക്ക് ഏൽപ്പിക്കാം കേട്ടോ. ശ്രീത്തിനി നോക്കിക്കോളും. അമ്മച്ചി ഇപ്പം എങ്ങോട്ട് ലോട്ടറി വിൽക്കാൻ പോവാണോ? എങ്ങോട്ടാ പോകുന്നേ? അവിടെ വെച്ചിട്ടുണ്ടല്ലേ? വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ടോ? അപ്പം അമ്മച്ചി കറണ്ട് കിട്ടും കേട്ടോ. ശരി, അതാണ് കറണ്ട്. അമ്മച്ചിയുടെ കറണ്ടിന്റെ കാര്യം ഏർപ്പാട് ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂർ മാർക്കറ്റ്? എങ്ങനെയാ? ഇവിടെ 7 മണി കഴിഞ്ഞാൽ വെള്ളമില്ല. മാർക്കറ്റില്ല. വലിയ മാർക്കറ്റിനെ അവിടെ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് ബാത്റൂമില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ്. ആൾക്കാർ എല്ലാ രാഷ്ട്രീയരും വന്ന് പറയും ഞാൻ അടുത്ത തവണ ശരി. സുരേഷ് ഗോപി ചോദിച്ചു പോയി പറഞ്ഞു 1 കോടി രൂപ ആസ്തിന്റെ ഇവിടെ ഞങ്ങൾക്ക് കുടിവെള്ളം ശരിയാക്കി പറഞ്ഞുകൊണ്ട് പോയി. കാശുണ്ട് അതിന്റെ പദ്ധതി ഒരാളും ചെയ്യണില്ലേ. അതിന് മുമ്പ് വന്നവരും പറഞ്ഞു പോയി. ഒരാളും ചെയ്യണില്ലേ. ഇപ്പൊ ഇവിടെ വെള്ളം ഉണ്ടോ നോക്കിയാൽ സാറ്? വെള്ളമില്ല. അയ്യോ, പൊതുട്ടാപ്പാണോ ഇത്? ഈ വേഷത്തിലാണ് ഞങ്ങൾ കുടുംബത്തിൽ പോണേ. കൈയും കാലൊന്നും കഴിയാണ്ട് 1 മണിയായി ഇവിടെ പണിക്കാർ പോകണതൊക്കെ ഈ വേഷത്തിലാ. വലിയ പ്രശ്നം. യഥാർത്ഥത്തിൽ തൃശ്ശൂർ നഗരസഭയാണോ ചെയ്യേണ്ടത്? കോർപ്പറേഷനാണ്. ഈ കരഞ്ഞുണ്ടാവില്ല ഇടയ്ക്ക്. തൃശ്ശൂർ കോർപ്പറേഷൻ ഈ ശക്തൻ മാർക്കറ്റിൽ വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. പൂട്ടാ 1 മണി ഇവിടുത്തെ ജോലിക്കാർക്കും പോയി ആ ടാപ്പ് അവർക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.